ചില കുട്ടികൾ ചെറിയ പ്രായം തൊട്ട് നന്നായിട്ട് വായിച്ചു തുടങ്ങും. അപ്പോൾ ഇത് കാണുന്ന പേരൻസിനും ഭയങ്കര സന്തോഷമായിരിക്കും. പക്ഷേ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ പിക്ചർ, വാട്ട് ഈസ് ദ ചൈൽഡ് ഡൂയിങ്, അല്ലെങ്കിൽ എന്തെങ്കിലും റിലേറ്റഡ് ആ ഒരു സ്റ്റോറിയെ റിലേറ്റ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് കിട്ടില്ല. അപ്പോൾ അതിൻ്റെ പേരാണ് ഹൈപ്പർലെക്സിയ. ഹൈപ്പർലെക്സിയ എന്ന് പറയുന്നത് 3 ടൈപ്പാണ്. ടൈപ്പ് 1 ഗിഫ്റ്റഡ് ആയിട്ടുള്ള റീഡേഴ്സ് ഹു ഹാസ് നോ ചാലഞ്ചസ്, ആൻഡ് ടൈപ്പ് 2 ഇസ് യൂഷ്വലി സീൻ ഇൻ ഓട്ടിസ്റ്റിക് ചിൽഡ്രൻ. ഈ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾക്ക് സോഷ്യൽ ഇൻട്രാക്ഷൻ, അതുപോലെ കമ്മ്യൂണിക്കേഷൻ, ലാംഗ്വേജ് സ്കിൽ ഒക്കെ ലാക്കിംഗ് ആയിരിക്കും. ആൻഡ് ടൈപ്പ് 3 ഇനീഷ്യലി ഏർലി റീഡിംഗ് ആയിരിക്കും, ബട്ട് ദെൻ ഗ്രാജ്വലി ആ ഒരു ഏജിനനുസരിച്ചിട്ട് റെഡിയാകും. ഇവിടെ വറീഡ് ആകാനുള്ള ഒരു കാര്യമില്ല. കുറച്ച് സ്ട്രാറ്റജീസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾക്ക് ഈ ലാക്ക് ആവുന്ന സ്കിൽസൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് നമ്മൾക്ക് വിഷ്വൽ എയ്ഡ് യൂസ് ചെയ്യാവുന്നതാണ്. പിക്ചേഴ്സ് അല്ലെങ്കിൽ വീഡിയോ ഒക്കെ കാണിച്ചിട്ട് നമ്മൾക്ക് കോംപ്രിഹെൻഷൻ അല്ലെങ്കിൽ സ്റ്റോറിയൊക്കെ മനസ്സിലാക്കി കൊടുക്കാവുന്നതാണ്. രണ്ടാമത്തെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് നമുക്ക് വാട്ട് വെൻ വൈ ക്വസ്റ്റ്യൻസ് ചോദിക്കാം കോംപ്രിഹെൻഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. മൂന്നാമത് ലാംഗ്വേജ് അല്ലെങ്കിൽ കോംപ്രിഹെൻഷൻ സ്കിൽ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് സ്പീച്ച് തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോകാവുന്നതാണ്. പിന്നെയുള്ള സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഹൈപ്പർലെക്സിക് ആയിട്ടുള്ള കുട്ടികൾക്ക് വായിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പോൾ സോഷ്യൽ സ്റ്റോറീസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മൾക്ക് അണ്ടർസ്റ്റാൻഡിങ് ബിൽഡ് ചെയ്യാൻ പറ്റും. ടു കൺക്ലൂഡ്, ഹൈപ്പർലെക്സിയ എന്ന് പറയുന്നത് ഒരു ഗിഫ്റ്റാണ്. ലാംഗ്വേജ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടേക്സ് ടൈം ടു ഡെവലപ്പ്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റായിട്ടുള്ള സ്ട്രാറ്റജീസ് കൊടുക്കുക, നമ്മുടെ ടൈം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുക, പേഷ്യൻസ് ഉണ്ടാകുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ തന്നെ കുറേയൊക്കെ നമുക്കിത് മാറ്റിയെടുക്കാൻ പറ്റും.